അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ ആവേശത്തിന് പുറത്ത് എന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാതെ പറഞ്ഞു തെറ്റ് പറ്റിപ്പോയി. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജാൻമണി കുറേ കാര്യങ്ങളൊക്കെ വന്ന് കോരെ കിടന്ന് പ്രസംഗിച്ച് ഇഷ്ടംപോലെ പണി മേടിച്ച് കെട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ മിക്കവാറകത്തോട്ട് പോകാനുള്ള വഴികളൊക്കെ എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അവരുടെ പേര് കേസാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ സാധ്യത ഉണ്ടെന്നല്ല, 100% ഉറപ്പാണ് കേസാവുന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ക്ഷമ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജാൻമണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജാൻമണി മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഡൽഹിയിലെ പ്രശ്നം നടക്കുമ്പോൾ മുതൽ എല്ലാവരും അദ്ദേഹത്തിനെതിരെ നമുക്ക് വിമർശിക്കാം, അദ്ദേഹത്തെ നമുക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് എന്തിനുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ പറയുക, അതൊന്നും നല്ല കാര്യമൊന്നുമല്ല. അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിനെയൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ളവരൊക്കെ അപ്പോൾ സാധാരണക്കാരെ വെറുതെ വിടുവോ? സാധാരണക്കാരെ എങ്ങനെയായിരിക്കും ഇവർ പ്രതികരിക്കുന്നത്? ഹെലനോസ് പാട്ടാനെ ഇതുപോലെ എന്നെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. ഹെലൻ എന്നെ ഇത് നല്ല കണക്കിനങ്ങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ക്ഷമയും പറഞ്ഞുകൊണ്ട് വന്നു. വായി വരുന്നത് എന്നത് സോഷ്യൽ മീഡിയ വിളിച്ച് പറഞ്ഞേച്ച് വന്ന് ക്ഷമ പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതും നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി ഇത്രയ്ക്ക് മോശമായിട്ട്. 1947 അദ്ദേഹം ജനിച്ചു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു, അദ്ദേഹം 1950 ജനിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവരെന്നെ അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റിയൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറ്റിയൊക്കെ പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? അമ്മ എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീ ആകാൻ നടക്കുന്ന, സ്ത്രീ ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് അറിയാമോ? പുരുഷനാണെന്നും പറഞ്ഞ് നടന്നു വെച്ച് സ്ത്രീയുടെ അടുത്ത് രൂപം തരും, സ്ത്രീയുടെ രൂപത്തിലങ്ങ് നടന്ന സാരി ഉടുത്ത് കുറേ ചിരട്ടയും ഫിറ്റ് ചെയ്ത് നടന്നാലൊന്നും സ്ത്രീ ആകുകയില്ല. നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് സ്ത്രീകളായിട്ടുള്ള, അവർ ട്രാൻസ്ജെൻഡർ വുമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾ അവരെ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കുക സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നാന്നുള്ളത്. അവർക്കറിയാം അവർക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലെന്നും അവർ പൂർണ്ണമായിട്ട് സ്ത്രീ അല്ലെന്നും അവർക്കറിയാം. പക്ഷെ അവർക്ക് സ്ത്രീ എന്നാന്നറിയാം, സ്ത്രീകളെന്ന് പറഞ്ഞ് എന്നാന്നറിയാം. അല്ലാതെ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ സ്ത്രീ എന്നും പറഞ്ഞ് നടക്കുന്നില്ല. എന്നാ അർത്ഥം ഇരിക്കുന്നു? ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്നതൊക്കെ കണ്ടതാണ് നിങ്ങളൊരു കയ്യിലത്ത് ഉടുപ്പിട്ടുണ്ടോ എന്നപ്പോൾ നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. അവിടെ ഇവിടെ ഓരോന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ സ്ത്രീ ആകുകയല്ല. വായിന്ന് വരുന്ന പല വാക്കുകളും എത്ര മോശമായിട്ടാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്, എത്ര മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറഞ്ഞേക്കുന്നത്. ആ അമ്മ എന്നാ തെറ്റ് ചെയ്ത്, എന്നാ തെറ്റ്? അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പ് കാണും. പക്ഷേ അദ്ദേഹം നല്ലൊരു ഭരണാധികാരി അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സഖാവ് പിണറായി സാറിനെ നമ്മളെല്ലാം പുച്ഛിച്ച് ഓരോന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ എന്നും പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ഭരണാധികാരി അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നത് ശരിയും തെറ്റും കാണും, എല്ലാ പാർട്ടിയിലും കാണും. ഇപ്പം നമ്മൾ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനും കാണും ശരിയും തെറ്റുകളും ഒക്കെ. എല്ലാവരും പൂർണ്ണമായിട്ടും എല്ലാം തികഞ്ഞവരായിട്ടിരുന്നല്ല ഭരിക്കുന്നത്. അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർക്ക് കാണും, അവർക്ക് ശരിയും തോന്നും, പല കാര്യങ്ങളും നമുക്ക് തെറ്റായിട്ടും തോന്നും. അതിന് നമുക്ക് വിമർശിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം പോലെ അദ്ദേഹത്തെ പറയുകയും എടുക്കുകയും ചെയ്തിട്ട് എന്നെ അർത്ഥം ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാം LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ആണെന്ന് പറഞ്ഞാലും നമുക്കിപ്പം ഓരോ ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചായിരിക്കില്ല അവർ നമ്മളെ സഹായിക്കുന്നത്. നമ്മളെല്ലാവരും തുല്യരാണ് അവരുടെ മുന്നിൽ. ഈ ഏത് പാർട്ടി ഭരിച്ചാലും നമ്മൾ തുല്യരാണ് അവരുടെ മുന്നിൽ. നമ്മൾ ഏത് കാര്യത്തിന് ചെല്ലുമ്പോഴും അവർക്ക് വോട്ട് ചെയ്താണെന്ന് ചോദിച്ചിട്ടല്ല അവർ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള കിസാൻ്റെ ഇത് എത്രയോ പേര് കൈപ്പറ്റുന്നുണ്ട്. BJPക്കാർ മാത്രമാണ് അത് അർഹതയായിട്ടുള്ളവരായിട്ടുള്ളത് അല്ലല്ലോ. കോൺഗ്രസ്സുകാർ കൈപ്പറ്റുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ കൈപ്പറ്റുന്നുണ്ട്, BJPക്കാർ എല്ലാവരും കൈപ്പറ്റുന്നുണ്ട് ഇല്ലേ? അത് വേണ്ട ഇച്ചിച്ചി എന്ന് പറഞ്ഞാൽ ആരും കളയുന്നില്ലല്ലോ ആ പൈസ. ഉണ്ടോ? ഞാൻ രാഷ്ട്രീയം ഇതായിട്ട് പറയല്ല, പലരും പല രീതിക്കും വിമർശിക്കുന്ന കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമ്മുടെ പെൻഷൻ ഇന്ന പാർട്ടിയെ ഭരിക്കുന്നേ എനിക്ക് വേണ്ട എന്നും പറഞ്ഞാൽ ആരും മേടിക്കാതിരിക്കുന്നില്ലല്ലോ. പൈസ തരുമ്പോൾ പാർട്ടിയില്ല, രാഷ്ട്രീയവുമില്ല. പൈസ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയമുണ്ട്, ആരാ ഭരിക്കുന്നതെന്ന് പറയണം, അവരെ ചീത്തയും പറയണം. അതാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരു കാര്യമായിട്ടിരിക്കുന്നത്. കൂടുതലും മലയാളികളാണ് കിടന്ന് കൂടുതലും വെള്ളം വെക്കുന്നത് ഞാൻ കാണുന്നത്. കിസാൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം, കർഷകരുടെ ആ സഹായം എല്ലാവരും കൈപ്പറ്റുന്നുണ്ട്, എല്ലാവരും ഇല്ലേ? ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, മിക്കവരും അത് കൈപ്പറ്റുന്നുണ്ട്. ആരും മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് എല്ലാ വർഷവും പോയി ആധാറും കൊടുത്ത് അത് വീണ്ടും അത് പിന്നത്തെ വർഷത്തേക്ക് നമുക്കത് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നില്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്ര നാൾ മേടിച്ച് എനിക്കിനി വേണ്ട, എന്നത്തിനാ എന്നും പറഞ്ഞാലും പോകുന്നില്ലല്ലോ. എല്ലാവരും കൈപ്പറ്റുന്നുണ്ട്. കർഷകരാണെന്ന് പറഞ്ഞിട്ടുള്ള എനിക്കൊന്ന് ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമുള്ളതെന്ന് തോന്നുന്നത്, കിട്ടാതെ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി തൊഴിലുകരായിട്ടുള്ള കൃഷിക്കാരെന്നുള്ള രീതിയിൽ ആര് കൊടുത്താലും സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട് പൈസ. എനിക്കറിയാവുന്ന ഒത്തിരിയും പേരുണ്ട്.
അപ്പം അതൊക്കെ മേടിക്കുമ്പം ഇച്ചിച്ചി ഒന്നുമില്ല. അല്ലാതെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും പറയാം, അപ്പനും പറയാം, എന്നാ വേണേലും പറയാം. ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ ഇതായിട്ട് പറയല്ല, എനിക്ക് എൻ്റേതായിട്ടൊരു പാർട്ടിയുണ്ട്. പക്ഷേ എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിക്കാരെ ഞാൻ എൻ്റെ ചാനൽ അത്ര വിമർശിക്കാൻ വരാറുമില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാര്യം എനിക്ക് വിഷമമാണ്. എൻ്റെ അമ്മ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. സത്യം. അതെൻ്റെ മുന്നിൽ വെച്ച് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും, അത് എത്ര വലിയവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊടുക്കും, ഞാൻ മുന്തയ്ക്കിട്ട് ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് പറയുന്നത്. അവരെന്നെ കഷ്ടപ്പെട്ടാണ് വളർത്തത്. ഇതും എന്നെ അവർ 10 മാസം ചുമന്നെന്ന് പറഞ്ഞാൽ അത് ഒരമ്മ ശരിക്കും ഒരു ഇന്നിപ്പം ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടുകളും അത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റേജിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അങ്ങനെ വന്നൊരു അമ്മേനെയാണ് നിങ്ങൾ ഈ മോശക്കാരിയായിട്ടുള്ള രീതിക്ക് പറഞ്ഞത്. അവർ ഈ നാടിന് വേണ്ടി ഒന്നും മോശമായിട്ട് ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. സമൂഹത്തിന് വേണ്ടി ഒരു ദ്രോഹം ചെയ്യാത്ത ആ ഒരു അമ്മയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചത് 1989 ബോൺ ക്യാൻസർ മുഖേനയാണ് അദ്ദേഹം മരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വർഷത്തിന് മുന്നെയാണ് ഈ ജാൻമണി ഒരു വർഷം പറയുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഈ പുള്ളിക്കാർ പറയുന്നത് നേരത്തെ പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേൾക്കാവേ. ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഇവരെ നിർത്തലാക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും വഷളായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നെ ആദ്യം കേസ് എടുക്കണമല്ലോ, ഈ ഓൺലൈൻ മീഡിയയ്ക്ക് തന്നെയാണ് എടുക്കേണ്ടത്. ഇവർ ഡൽഹി പോയിട്ട് വന്നപ്പോഴത്തേക്ക് സിംഗപ്പെണ്ണെ എന്നുള്ള പാട്ടൊക്കെ ഇട്ടെങ്കിൽ സ്വീകരിച്ചപ്പോൾ ഇവരോർത്ത് ഇവരെന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിച്ചു. ഇവർ മോദിക്കൊക്കെ മുകളില്ലാന്ന് വിചാരിച്ചു. പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ഏതോ ഒരു പദവിയാണ് ഇവർക്ക് കിട്ടിയെന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ അളിഞ്ഞ വർത്തമാനം ഇവരുടെ വായിൽ നിന്ന് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വായിൽ നിന്നൊരു മോശം വാക്ക് വരണമെങ്കിൽ നമ്മളും ആ ഒരു ടൈപ്പ് ആണെങ്കിലേ അത് വരുവുള്ളൂ, അല്ലെങ്കിൽ വരികയില്ല. മോദി ഗവൺമെന്റ്, മോദി വാണ്ട്സ് ടു ബി വൺ, ഹി ഈസ് എ കിങ്. കിങ് അല്ല, ഹിജ്രി പക്ക. ഹിറ്റ്ലർ അല്ല. ഇങ്ങനെ ഹിറ്റ്ലർ ആണെങ്കിലും ഒന്നെങ്കിൽ ഹിറ്റ്ലർ ആവാൻ പറ്റും. ഒരു പെൺമച്ചി പറയാൻ പറ്റത്തില്ല, വേറെ ഒരു സാധനം. പിന്നെ അതിനെ പറഞ്ഞ ഫോട്ടോയിലെ നെയിൽ പോളിസിൽ കൊടുക്കണല്ലേ, അതാണ്. അവർക്ക് ഞാൻ വിളിച്ചിട്ട് ട്രെയിനിൽ കയറ്റി കൊടുക്കാം, ഒരു ഡോളിൽ കൊടുത്തിട്ട്. ഇഷ്ടമില്ലത്തെ എനിക്ക്. ആ വീഡിയോ എടുക്കുന്നവനേക്കാൾ ഒരു ഇന്ത്യക്കാരനാണല്ലോ, മലയാളിയാണല്ലോ. സ്വന്തം നാട്ടിലെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് ആ പറഞ്ഞ് അപമാനിച്ചത്. അത് കേട്ട് ചിരിച്ച് സന്തോഷിക്കുന്നു. പെണ്ണച്ചി എന്ന് പറയാൻ പറ്റും, നിന്നെ എന്നാന്ന് പറയാൻ പറ്റും? നീ ഏത് ഇനത്തിൽപ്പെടും അതൊന്ന് പറ. നീ പെണ്ണാണോ? അതുമല്ല. ആണാണോ? അതുമല്ല. അപ്പം പിന്നെ ഏതിലാണ് നിന്നെ പെടുത്താൻ പറ്റുന്നത്? ആദ്യം അവനോൻ ആരാന്ന് അറിഞ്ഞിട്ട് വേറൊരാളെ വിമർശിക്കാൻ ചെല്ല്. എന്ത് ക്വാളിറ്റിയാണുള്ളത് നിനക്ക്? എന്ത് ക്വാളിറ്റി? ഇതുപോലെ ഒരുമാതിരി ഞാൻ ഒന്നും പറഞ്ഞില്ല. മറ്റേ ജാസിയുടെ കാര്യത്തിന് കുറേ വേണ്ടാത്ത ഡയലോഗും കൊണ്ട് വന്നു. എന്നിട്ട് പറയും മലയാളം അറിയാൻ മേലാതെ പറ്റിപ്പോയതുണ്ട്. മലയാളം അറിയാൻ മേലെങ്കിൽ വായടച്ചിരുന്നോണം, അല്ലാതെ നിനക്ക് തോന്നുന്നത് വിളിച്ച് പറയാനുള്ളതല്ല. നിനക്ക് തോന്നുന്ന വർത്താനം സോഷ്യൽ മീഡിയ വന്ന് വിളിച്ച് പറയാനുള്ള സ്ഥലമല്ലത്. പിന്നെ മലയാളം അറിയാൻ മേലെന്നൊന്നും പറയണ്ട, നല്ല വ്യക്തമായിട്ട് പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947, നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടം കാണിക്കാൻ എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവൻ്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഇവർ ഈ മോശം വാക്കുകൾ പറയുമ്പോഴും ആ വീഡിയോ എടുത്ത് നിൽക്കുന്നവർ എത്ര ആസ്വദിച്ച് ചിരിച്ചാണ് നിൽക്കുന്നതൊക്കെ. നിൻ്റെയൊക്കെ വീട്ടിലെ നിങ്ങളുടെയൊക്കെ അമ്മ എങ്ങനെ പറയും? നിങ്ങൾ സഹിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ ജാൻമണിക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയുമോ? അറിയുമെങ്കിലാണ് പറയുന്നെങ്കിൽ പറയാം. അറിയാമെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടോ അവരെ? ഒന്നുമില്ലല്ലോ. ഒന്നും കാണാത്ത ഒരമ്മയെ പറ്റിയാണ് ഈ വേണ്ടാതിന് വർത്താനം പറഞ്ഞത്. അവരവരുടെ 6 മക്കളെ നല്ല ദാരിദ്ര്യ സമയത്ത് അവർ നല്ലപോലെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ആ അമ്മ 6 മക്കളെ വളർത്തിക്കൊണ്ട് വന്ന ഒരമ്മയാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ വളർത്താൻ പെടുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്നറിയാം. അത് ഉള്ളെടുത്ത് 6 മക്കളെ വളർത്തിക്കൊണ്ട് വന്നൊരമ്മയാണ്. ആ അമ്മയുടെ മകൻ ആ അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന കുടിച്ചോട്ടെ, നിങ്ങൾക്കെന്നാ? അവരുടെ അമ്മയുടെ അല്ലേ, നിങ്ങൾക്കെന്നാ? നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അമ്മയുടെ ചെയ്യട്ടെ. അമ്മയുടെ വില അറിയാമെങ്കിൽ ഈ മാതിരി ഭാഷ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. ജാൻമണിയോട് ചോദിക്കുക, അല്ലെ ജാൻമണിയുടെ അമ്മയോട് ഇങ്ങനെ അമ്മയെപ്പറ്റി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ജാൻമണി എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുന്നത്? നമുക്കറിയാം. ഇന്നിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവർക്ക് എന്നേലും ഒരു സംശയമുണ്ട്, ഇങ്ങനെയാണോ അദ്ദേഹം ജനിച്ചേ എന്നൊരു സംശയമുണ്ടെങ്കിൽ ഇവർക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കാമല്ലോ. ഏത് വർഷമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചേ എന്ന് നോക്കാമല്ലോ. അപ്പോൾ അതൊന്നുമല്ല.
ഇത് ഒന്നെങ്കിൽ ഇവരിത് മനഃപൂർവ്വം ഇത് കേട്ട ആൾക്കാർ ചിരിക്കും, ഇവരെ അപ്പം അങ്ങ് സപ്പോർട്ട് ചെയ്യും എന്നോർത്തുകൊണ്ട് ഇവർ വന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം നോക്കാതാണ് ആൾക്കാരെല്ലാം പ്രതികരിക്കുന്നത്. ആരും രാഷ്ട്രീയം നോക്കുന്നില്ല, എല്ലാവരും നല്ല ശക്തമായിട്ട് തന്നെയാണ് എതിർക്കുന്നത്. അതെന്താണെന്നറിയാമോ രാഷ്ട്രീയം നോക്കാതെ ആൾക്കാർ എതിർക്കുന്നത്? പെറ്റതള്ളയുടെ വില അറിയാവുന്നതുകൊണ്ടാണ്. കാര്യം സ്വന്തം നമ്മുടെ അമ്മ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ച് നോക്കും. അതുകൊണ്ടാണ് ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തർക്കും ഈ ഒരു വാക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതൊരു രാഷ്ട്രീയം കൂട്ടിച്ചേർക്കാനും പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല ഇതൊരു രാഷ്ട്രീയം കൂട്ടിച്ചേർക്കാനായിട്ട്. ഇത് വെളിരാജ്യത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമോ? പറയാനുള്ള ധൈര്യം കാണിക്കുമോ? കാണിക്കുകയില്ല. അപ്പോൾ അറിയാം അവിടെ എന്നതാ കിട്ടുന്ന ശിക്ഷ എന്നുള്ളതറിയാം. എന്നിട്ട് തമാശയായിട്ട് പുള്ളിക്കാരിക്ക് തോന്നിയതാണ് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണമാണ് അവർക്ക് തമാശയായിട്ട് തോന്നിയത്. തമാശയായിട്ട് തോന്നിയിട്ട് ഇവർ പറഞ്ഞത് കോമഡി ആയിട്ട് അവർക്കത് പറയാം. അവരത് വീണ്ടും എടുത്ത് വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നുള്ള രീതിക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നവൻ ഇരുന്ന് ഇളിക്കുന്നു. നാണമുണ്ട്, നിനക്കൊക്കെ പോയി ചത്തുകൂടെ? ഇങ്ങനെയുള്ള നാറിയ വർത്താനമൊക്കെ കേട്ടിച്ച് ചിരിച്ച് അതെടുത്ത് വീഡിയോ ആക്കി പുറത്തോട്ട് വിടാനായിട്ട്. ഒരൊറ്റ വാക്ക് നീ എതിർത്തേച്ചാണ് ഇവർ ഈ വീഡിയോ നീ പുറത്തോട്ട് വിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ വീഡിയോ എടുത്തവനെ നമുക്ക് പറയാമായിരുന്നു അവനൊരാണാന്ന് പറയാമായിരുന്നു, നല്ലൊരു അപ്പനും അമ്മയ്ക്കും ഉണ്ടായതാന്ന് പറയാമായിരുന്നു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർഷം പറയുമ്പോഴെങ്കിലും അവന് ചോദിക്കുക ജാൻമണിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, ജാൻമണി ഇത് ആരാ പറഞ്ഞത്, ഇത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിരുന്നെങ്കിൽ. ഒന്നും ചോദിക്കാതെ അത് ചിരിച്ചപ്പോഴത്തേക്ക് അവരൊന്നും കൂടെ അങ്ങ് പൊങ്ങി. അന്നേരം ബാക്കിയും കൂടെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വരുന്നെന്ന് പറഞ്ഞു. നിങ്ങൾക്കാരാ ഫ്രണ്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ നിനക്കാരാ ഫ്രണ്ട്സ് ഉള്ളത്? നിന്നെ ആരാ ഇഷ്ടപ്പെടാനായിട്ടുള്ളത്? നീ ഇൻസ്റ്റയിലോട്ടൊന്ന് കയറി നോക്ക്. അദ്ദേഹം ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വരുമ്പം അത് മിനിറ്റുകൾക്കുള്ളിലാണ് മില്യൺ അടിക്കുന്നത്. വായി തമ്പാക്ക് വെച്ചാണെന്ന്. തമ്പാക്ക് വെച്ച് വെക്കുന്നല്ല ഇവനൊന്നും ഇവളൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർക്ക് നല്ല ശീലമുണ്ട് തമ്പാക്ക് വെച്ച്. അതാണ് അത്ര കൃത്യമായിട്ട് വായിക്കത്തെന്തിരിക്കുന്നത്. വായിക്കത്തിരിക്കുന്നത് നമുക്കാർക്ക് എനിക്കിന്നൊരു തോന്നിയിട്ടില്ല അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വായിക്കത്തേണ്ട വെച്ചിട്ടായിരിക്കുന്നത്. നീ എന്തോ തൊണ്ടയിലാണ്ട് പൂച്ച വെച്ച് കിടക്കുന്ന മാതിരിയാണല്ലോ നിൻ്റെ സംസാരം. ആ മാതിരിയാണല്ലോ നിൻ്റെ സംസാരം. നിനക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ എന്നെ യോഗ്യത ഇരിക്കുന്നത്. ഞാൻ ഇതുപോലെ ആരെയും ബോഡി ഷെയിം ചെയ്തിട്ടില്ലാത്തതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരൊക്കെ ഓരോ രീതിക്കാണ് ദൈവം തമ്മിൽ സൃഷ്ടിച്ചേക്കുന്നത്. ചിലർക്ക് സൗണ്ട് ഒരു രീതി കാണും, അങ്ങനെ കാണും. പക്ഷേ ഇവർ ഈ ഒരു വർത്തമാനത്തിലുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമില്ല ഇത്രയും വഷളായപ്പോഴത്തേക്കുണ്ടല്ലോ വന്നിട്ടുണ്ട്, ന്യായീകരണം കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് ശരിക്കും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ നിന്റെ മലയാളം ശരിക്കും ശരിയായി തന്നെയാണ്. സാധാരണ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകാറില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത കാര്യം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാറില്ല. നിങ്ങൾ മലയാളമാണോ പറയുന്നത്, ഇംഗ്ലീഷാണോ പറയുന്നത്, എന്നാന്ന് മനസ്സിലാകത്തില്ല. ഏതാണ്ടൊക്കെ ഭാഷകൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ ആക്ഷൻ കാണിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ. നിങ്ങൾ ഒരു ട്രിപ്പ് ചിരിയും കളിയൊന്നും ഇല്ലേ? അപ്പം ആ മീഡിയക്കാരൻ ചോദിച്ചപ്പം പറഞ്ഞാൽ തന്നെ മീഡിയക്കാരൻ ചോദിച്ചോ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ പിതാവാരെന്നോ മാതാവാരെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നത് ആ മീഡിയക്കാരൻ ചോദിച്ചോ? അപ്പം മീഡിയക്കാരൻ ഇത് പ്രതിയാണ്. മീഡിയക്കാരൻ ഈ കേസിൽ പങ്കുണ്ടപ്പം ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ ഇങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് അതിലെ കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ ബേസിക്കലി നമ്മളുടെ PM-ക്കും ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. ഒത്തിരി ന്യായീകരണം കൊണ്ട് വരാതെ ജാൻമണി, ഒത്തിരി ന്യായീകരണം കൊണ്ട് വരാതെ ആരും പൊട്ടരല്ലേ ഇതൊക്കെ കേട്ടേച്ച് മിണ്ടാതിരിക്കാനായിട്ട്. I'm asking that about this content. And that one's become like very much viral and people are very much angry and I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല.
അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ ഇപ്പൊ ഈ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആർക്ക് അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറയാം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ വർക്കിന്റെ അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതിനെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അത് ഒരു തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. തമാശയായിട്ട് ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ തമാശയായിട്ട് നിനക്ക് നിന്റെ പിതൃത്വം തമാശയായിരിക്കും. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അല്ല. നിനക്ക് നിന്റെ പിതൃത്വം വേറൊരാളെ ഇപ്പം നിന്നോട് അങ്ങനെ ചോദിച്ചാൽ നിന്റെ അമ്മേനെ ഇങ്ങനെ മോശമായിട്ട് പറയും എന്തെങ്കിലും ചെയ്താൽ നിനക്ക് തമാശയായിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് തമാശയല്ല. അത് ന്യായീകരണം കൊണ്ട് വന്നേക്കുന്നത് കേട്ടില്ലേ. ഇനി ഇതുപോലുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഓർത്തു ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരെ അനുകൂലിച്ച് കുറേ ആൾക്കാർ വരുമെന്ന് വിചാരിച്ച് ഇവരിങ്ങനെയൊക്കെ വന്ന് പറയാം. ഇങ്ങനെ വന്ന് പറഞ്ഞ കുറച്ച് പേര് കൊണ്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് കേട്ടേച്ച് വരാവേ കേട്ടോ. ജാൻമണി മാത്രമല്ലല്ലോ, ജാൻമണി പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. ഇവർ പറഞ്ഞത് ഒട്ടും മോശമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. എന്നതേലും നമ്മുടെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയാണേലും ഒരു പ്രധാനമന്ത്രിയാണേലും നമ്മൾ എന്നത്തിനാണ് ഇങ്ങനെ അവർക്ക് പദവിയെപ്പറ്റി ചിന്തിക്കുക. ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ ഓടിച്ചിട്ട് കുത്തി ഇതാക്കണോണ്ടങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക് പാർലമെന്റ് ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും വന്ന് ഡയലോഗ് അടിച്ചവൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി ഇത് പ്രശ്നം വഷളാകുന്നപ്പോഴത്തേക്ക് ക്ഷമയും പറഞ്ഞു വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. ഈ പറയുന്ന ചുണയും ഒന്നും ഇല്ല. ആ ഒരു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചുണയൊന്നും ഇല്ല. നമുക്കൊന്ന് കാണാം. ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിൽ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ. ഇതുപോലെ ഓരോ തെറ്റ് ചെയ്ത് ക്ഷമിച്ചത് കൊണ്ടാണ് ഒരുത്തി ഇപ്പോൾ ഒരു എന്നെ അതിനെ വരെ ഒരുത്തിന്ന് വിളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പെണ്ണായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാര്യം പെണ്ണുങ്ങളൊന്നും ഇത്രയും അധപ്പതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വ്യക്തി വന്നേച്ച് ജാൻമണി വന്നേച്ച് ഇപ്പം അടിച്ച ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അവരോർത്തു എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും ഒന്ന് പറഞ്ഞ് വൈറലായേക്കെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് സിനിമയ്ക്ക് പോയപ്പോഴത്തേക്ക് അതിൻ്റെ അവിടെ വെച്ച് ആരോ ചോദിച്ചെന്നും പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി അടിച്ച് കളിച്ച് ചിരിച്ച് തമാശയായിട്ട് പറഞ്ഞു. അതും നമുക്കൊന്ന് കേൾക്കാം. ഏത് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു. ഇതും അറിയാതെ പറഞ്ഞു പോയതെന്നാണ് പറയുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് അറിയാതെ പറഞ്ഞു പോകുന്നത്? അതാ പറഞ്ഞത്. ഇതാ വീഡിയോ എടുത്തവരെയും കൂടെ വേണം ഇത് പിടിക്കാനായിട്ട്. ഇങ്ങനൊരു കാര്യം ഇവരെ പറഞ്ഞ് അവരെ തമാശക്ക് എടുത്ത് അവരത് പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് കളിച്ച് അതെടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ട് ഇടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. ആ ചെയ്തവർക്കും ഇതിന് ഇവരെ പോലെ തന്നെ കുറ്റക്കാരാണ് അവർ. ഇനി ഇത് ന്യായീകരിച്ചുകൊണ്ടൊരു പേരുണ്ട് ക്ഷമ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്ക് പോയപ്പോൾ റിവ്യൂ കൊടുത്തതാണ്. അത് പക്ഷേ ആ ആവേശത്തിന് പുറത്ത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാതെ അത് പറഞ്ഞു പോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം എന്ന് ഒരു പൊട്ടത്തരം പറ്റിപ്പോയതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. സിനിമയുടെ റിവ്യൂ എടുത്തെടുത്താണോ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഥ വന്നത്? അതോ ആ സിനിമയാണോ നിങ്ങൾ കണ്ടത്? ഇപ്പം തന്നെ നിങ്ങൾ പറയുന്ന പൊട്ട ബുദ്ധിക്ക് പറ്റിയ കാര്യം തന്നെയാണ്. പറയുമ്പം പോയ തെറ്റിന് ക്ഷമ പറയുന്നെങ്കിൽ പിന്നെയും കേൾക്കാൻ രസമുണ്ട്. അവിടെയും പിന്നെ അങ്ങ് മെഴുകിയിട്ട് അങ്ങോട്ട് വെളുക്കുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് ഇത്രയും മോശമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്രമാത്രം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതൊക്കെ. ഇല്ലേ, വേറൊരു സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇപ്പോൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റി വെച്ച് അദ്ദേഹത്തെ കൊല്ലണമെന്നും അദ്ദേഹത്തിൻ്റെ മാതാവിനെ പറ്റി മോശമായിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്ര നല്ല സാക്ഷര കേരളമാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ളവരാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വെച്ച് പറഞ്ഞതാണ്. ജാൻമണി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്.
സാക്ഷരതയാൽ സമ്പൂർണ്ണമായിരിക്കുന്ന കേരളത്തിൽ നടന്ന കാര്യമാണിത്. എത്ര അഭിമാനത്തോടു കൂടി നമുക്ക് മലയാളികൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് പറയാൻ പറ്റും, എത്ര അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് പ്രധാനമന്ത്രിയുടെ പറ്റി ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നല്ല കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അങ്ങനെ പറഞ്ഞെന്നും നമുക്ക് അഭിമാനത്തോടുകൂടി നടക്കാം. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഈ നടന്നിരിക്കുന്നത്. ഇതൊക്കെ ഓരോന്നും വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിയമ നടപടികളെടുത്ത് ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവിടം കൊണ്ടൊക്കെ ഇതൊക്കെ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിനൊരു നിയമ നടപടി എടുക്കാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ട് ഇപ്പോൾ ആർക്കും പേടിയില്ലാതായിട്ടുണ്ട്. എന്നതും പറയാം, എന്നതും കാണിക്കാം, ആരെന്നെ ചെയ്യും എന്നുള്ളൊരിതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അത്രയും അധപ്പതിച്ച് പോകുന്തോറും ഇതിനുള്ള നിയമ നടപടികൾ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ്റെ മുഖത്ത് കയറാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. എന്നതും പറയാം, എന്നതും കാണിക്കാം എന്നൊരു ലൈസൻസ് കിട്ടുന്ന പോലെയാണ്. ഇതൊക്കെ തുടക്കത്തിൽ ഒരു തടയിട്ടവിടെ നിർത്തണം. അല്ലെങ്കിൽ ഇവർ ജാൻമണി ഇന്നും ഇന്നലെ അല്ല ഇത് പറയാൻ തുടങ്ങിയത്. ജാൻമണി കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് തുടങ്ങിയ ചൊറിച്ചിലാണ് ജാൻമണിക്ക്. ജാൻമണി ഓരോന്നും ഇങ്ങനെ വന്നേച്ച് പറയുന്നുണ്ട്. വേറെയുണ്ട് ഓരോ കാര്യങ്ങളും. അദ്ദേഹം ചായ വിറ്റ് ജീവിച്ചു. അതിനെന്താ, അന്തസ്സുള്ള ജോലിയല്ലേ അത്? ഈ ചായ വിറ്റ് ജീവിക്കുന്നതിന് ഏത് തൊഴിലും അന്തസ്സുണ്ട്. ഇതുപോലെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ട്, അതിനേക്കാൾ അന്തസ്സുണ്ട്. ഒരു മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്തസ്സുള്ള പണി തന്നെയാണ്. മാന്യമായിട്ടുള്ള ഏത് ജോലി മനുഷ്യർക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റും നമ്മുടെ ഈ നാട്ടിൽ. അതിനെയൊക്കെ വിമർശിച്ച് എന്നതെല്ലാമാണ് പറയുന്നത്, എന്നതും പറയാം എന്നുള്ളത് ഒരു തോന്നലുണ്ട്. എന്നാണേലും ഇതിലൊരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇതിന് നിങ്ങൾക്ക് മറുപടി തരാം. ഇവർ പറഞ്ഞതിനോട് നിങ്ങൾ ശരിയെന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അതല്ല ഇവർ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.